അപ്പോൾ ഇന്ന് ഞാൻ 11:53 ഓഫ് എടുത്തു. 11 മണിക്ക് ഞാൻ വീട്ടിൽ വന്നു. ഈ 11 മണിക്കൊന്നും ഓർഡർ അടിച്ചില്ല. പൊതുവെ എൻ്റെ റേറ്റ് കാർഡ് അവർ വീണ്ടും മാറ്റി. ഇതേത് ടൈപ്പ് റേറ്റ് കാർഡെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഈ റേറ്റ് കാർഡ് കണ്ട 2 ഇത് മാത്രമേ ഉള്ളൂ. 13 അടിച്ചാൽ 200, 22 അടിച്ചാൽ 325. സോ ഞാൻ 13 മാത്രമേ അടിച്ചുള്ളൂ. അത് അത്യാവശ്യം രാവിലെ എനിക്ക് 9 ഓർഡർ ഇട്ടുകൊണ്ട് ഞാൻ കളിച്ച് നിന്നാണ് വൈകുന്നേരം ഓടിയത്. വളരെ കുറച്ച് ടൈമാണ് ഇന്ന് മൊത്തം ഓടിയത്. അതായത് രാവിലെ 9 ഓർഡർ കിട്ടി. പിന്നെ ബാക്കി ഏണിങ്സ് മൊത്തം 719 രൂപ ഇട്ടിട്ടുണ്ട്. നമുക്ക് ട്രിപ്സിലേക്ക് നോക്കാം. ട്രിപ്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഓർഡർ 9:50 AM, അതായത് 9:50 അടിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ കയറി 10:15. എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിരുന്നു ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. സോ അത് കൊടുത്തിട്ട് നേരെ വീട്ടിൽ കയറി. ഇന്നെല്ലാം ചെറിയ ചെറിയ ഓർഡേഴ്സാണ് വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ 20 രൂപ. അത് 12 മണിക്ക് ഞാൻ കയറിയപ്പോൾ. മൂന്നാമത്തെ 65, നാലാമത്തത് 21, 5:54. അത് കഴിഞ്ഞിട്ട് വീണ്ടും 45, 21, 37, 20, ഏകദേശം അതായത് 9 ഓർഡർ വരെ ഞാൻ. 9ാമത്തെ ഓർഡർ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് 2:40 അത് കഴിഞ്ഞിട്ട് പിന്നെ 7:37 ഒരു ഓർഡർ അടിച്ചു. അത് പിക്കപ്പ് കുറച്ച് ദൂരമായിരുന്നു, ഏകദേശം ഒരു 7 കിലോമീറ്റർ പിക്കപ്പും പിന്നെ നമുക്ക് ഡെലിവറി ഒരു 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ 14 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു. അതിനാണ് 99 ഒതുക്കിയത്. അണ്ണന്മാർ സത്യം പറഞ്ഞാൽ ഒരു 100, 120 രൂപ, 130 രൂപയൊക്കെ തരാനുള്ളതിന് അവിടെ തേച്ചു. പിന്നെ വന്നിട്ടുള്ളത് 4 ഓർഡറാണ്. അത് 9:39 ഒരു ഓർഡറും 10 മണിക്ക് ഒരു ഓർഡറും 10:38 ഒരു ഓർഡറും. സോ ഇത് ഞാൻ വൈകുന്നേരം താമസിച്ചിറങ്ങി. എനിക്ക് വൈകുന്നേരം 4 ഓർഡർ മതി എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ 7:30 അപ്പോഴാണ് എനിക്ക് ഈ ഓർഡർ അടിച്ചത്, 7:37. പിന്നെ പെട്ടെന്ന് നേരെ വീട്ടിൽ നിന്ന് പോയി അത് പിക്ക് ചെയ്തു. പിന്നെ എനിക്ക് CNG അടിക്കാനായിട്ടിന്ന് ഉച്ചയ്ക്ക് ചെന്നപ്പോൾ അവിടെ പമ്പിൽ CNGയുടെ മെഷീൻ റിപ്പയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് CNG ഉച്ചയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ CNG പിന്നെ അടിക്കാനായിട്ട് ഞാൻ ഈ 8:30, 9 മണി വരെ ഇവിടെ അടുത്തുള്ളൊരു പമ്പിൽ CNG ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും മണി 9:30. അപ്പോൾ പിന്നെ 9:30 ഓർഡർ എടുത്തു. അതിനുശേഷം പിന്നെ 10, പിന്നെ 10:30 കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു. വേറെ പിന്നെ പോയി വെയിറ്റ് ചെയ്തില്ല. കാരണം വീട്ടിൽ 11 മണിയോട്ട് ഓണാക്കി വെച്ചിട്ട് ഒരു ഓർഡറും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് അപ്പോൾ ഞാനിന്ന് അത്യാവശ്യം ലോഗിൻ ചെയ്തിട്ടുണ്ട് 9 ജിഗ്. ഈ 9 ജിഗിൽ ഞാൻ ഇറങ്ങിയിട്ടുള്ള ജിഗ് ഞാൻ പറഞ്ഞുതരാം. രാവിലെ 9 മണി തൊട്ടാണ് കയറിയത്. 9 to 10 എനിക്ക് ഒരു ഓർഡർ അടിച്ചു. 10 തൊട്ട് 11 ഒരു ഓർഡർ അടിച്ചില്ല. 11 തൊട്ട് 12 ഒരു ഓർഡർ അടിച്ചില്ല. കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 12 തൊട്ട് 2 വരെ 263 രൂപ കിട്ടി. 2 തൊട്ട് 3 ഇടയ്ക്ക് എനിക്ക് ഒരു ഓർഡറാണ് അടിച്ചത്. ഇത് ഞാൻ ഓൺ ലൈവിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഓർഡർ അടിച്ചത്. 7 തൊട്ട് 9 വരെ 99, 9 തൊട്ട് 10 51, 10 തൊട്ട് 11 56. മറ്റേ തീർന്നില്ല, ലാസ്റ്റ് ജിഗ് തീർന്നിട്ടില്ല. അത് ഇനിയിപ്പോൾ 12 മണി വരെ തീരത്തുള്ളൂ. അതിൽ ഒരു ഓർഡർ പോലും അടിച്ചിട്ടില്ല. അപ്പം 2 സ്റ്റാറും കൂടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ സ്റ്റാർ ഇപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. താഴോട്ട് പോകുമ്പോൾ സിൽവർ പാർട്ട്ണർ. സോ ഇവിടെ നോക്കുമ്പോൾ 69% കാണിക്കുന്നുണ്ട്. കള്ള സൊമാറ്റോ ആണ്. കാരണം 10 വീക്കിൽ ഏകദേശം 160 സ്റ്റാറാണ് കിടന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇപ്പോൾ അതാ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് തോന്നുന്ന പോലെയാണ്. ഇടയ്ക്ക് ഇത് ഓടും, ഇടയ്ക്ക് ഇത് ഓടില്ല. ഞാൻ ഒരു ദിവസം വൈകുന്നേരം മാത്രം ലീവ് എടുത്തു. കാരണം അടുപ്പിച്ച് ഓടി എനിക്ക് ടോട്ടലി ഫ്രസ്ട്രേഷൻ വന്നു. കാരണം മൊത്തത്തിലൊരു വല്ലാത്ത ഫീലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം ലീവ് എടുത്തു. പിന്നെ ഈ കഴിഞ്ഞ തിങ്കളായിക്കോട്ടെ ചൊവ്വ ആയിക്കോട്ടെ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഓടിയത്. കാരണം ലീവ് എടുക്കാതെ അടുപ്പിച്ച് ഓടുമ്പോഴത്തേക്കും നല്ല ടയേർഡാകും. അപ്പോൾ ഓടാൻ തോന്നില്ല. അതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ടാണ് ഓടിയത് ഈ 2 ദിവസവും. പിന്നെ ഈ 8-ാം തീയതി ഒരു ഓർഡർ മാത്രം എടുത്ത് നിർത്തി. കാരണം എനിക്ക് വൈകുന്നേരം ഇറങ്ങാൻ ഒട്ടും വയ്യായിരുന്നു. മൂഡും ഓഫായിരുന്നു, ദേഹവും വല്ലാത്ത പോലെ വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഓഫ് അടിച്ചു. അതിനുശേഷം ഇന്നാണ് ഓടുന്നത്. ഇനി നമുക്ക് എല്ലാ ദിവസവും ഇറങ്ങേണ്ടി വരും. ഈ വീക്ക് 1896 ആയുള്ളൂ പേയ്മെൻറ്റ്. സോ ഇത് നമുക്ക് ഈ 7ഉം 9ഉം കൂടെ ഒറ്റ ദിവസമായിട്ട് കൂട്ടാം. ഈ 6-ാം തീയതി ഉള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വരും. സോ 7ഉം 8ഉം 9ഉം കൂടെ നമുക്ക് ഒറ്റ ദിവസമായിട്ട് കൂട്ടാം. കാരണം 7-ാം തീയതി ഞാൻ വൈകുന്നേരം മാത്രമേ ഇറങ്ങിയുള്ളൂ. ജസ്റ്റ് ഈ പറയുന്ന 6ഉം 7ഉം എന്തുകൊണ്ട് ഇങ്ങനെ കളിച്ച് ഓടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 6-ാം തീയതി എന്ന് പറയുമ്പോൾ 9 ഓർഡർ മതി ടോട്ടൽ അടിക്കാനായിട്ട്. 7-ാം തീയതി എന്ന് പറയുമ്പോൾ 10 ഓർഡർ മതി. അതായത് സൊമാറ്റോ ഈ തിങ്കൾ ചൊവ്വയും ചെറിയ ഓർഡേഴ്സ് അല്ലെങ്കിൽ കുറച്ച് മതി ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാൻ. സോ ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് മാത്രം വെച്ചിട്ടാണ് ഓടുന്നത്. ഇന്നിപ്പോൾ 13 ഓർഡർ അടിച്ചു. സത്യം പറഞ്ഞാൽ 13 ഓർഡറൊക്കെ എടുക്കുമ്പോൾ ഒരു 1000 രൂപയെങ്കിലും മിനിമം തരേണ്ടതായിരുന്നു. പക്ഷേ രാവിലെ എല്ലാം ചെറിയ ഓർഡർ 20 രൂപ സത്യം പറഞ്ഞാൽ ദേഷ്യം വരും കേട്ടോ. ഒരു ഓർഡറിന് 20 രൂപ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അത്രയും നേരം ഹോട്ടലിൽ വെയിറ്റ് ചെയ്ത് അത് കിട്ടി കൊണ്ട് കസ്റ്റമറിനെ കൊടുത്തിട്ട് വരുമ്പോൾ 20 രൂപ. എനിക്ക് തോന്നല്ല ഇത് ഒരുപാട് നാൾ ഈ കാർഡ് പോകുന്നു. ഇങ്ങനെ ഒരുപാട് പേര് പല ഗ്രൂപ്പിലുമൊക്കെ വഴക്ക് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ നല്ല രീതിയിൽ ചൂടാകുന്നുണ്ട്. കാരണം ഫുൾ ടൈം ഇറങ്ങുന്ന പല ആൾക്കാർക്കും ഈ കാർഡ് ഇട്ട് കൊടുത്താൽ ഒന്നും ആവത്തില്ല. 625 വരെ കയറിക്കൊണ്ടിരുന്നത് ഇവർ ഈ കാർഡ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അതാർക്കും പറ്റുന്നില്ല. സോ എനിക്ക് ഇന്നലെ ഒന്നും ഈ കാർഡായിരുന്നു. ഇനി നാളെ നമുക്ക് ഏത് കാർഡ് നോക്കാം. സോ ഇവിടെ വ്യൂ ഓഫേഴ്സ് നോക്കിയിട്ട് നെക്സ്റ്റ് വീക്ക്
നെക്സ്റ്റ് വീക്ക് അല്ലല്ലോ, ഇവിടെ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ. ഫ്രൈഡേ വന്നിട്ടുണ്ട്. ഫ്രൈഡേയും 13 തന്നെ. 13-ന് 200-ഉം 23-ന് 350-ഉം. സോ അവിടെ ലാസ്റ്റ് ഇല്ല. സോ നാളെയും 13 തന്നെ വരുന്നത്. പിന്നെ ഈ ലഞ്ച് ഓഫറും ഡിന്നർ ഓഫറൊക്കെ കോമഡിയാണ്. കാരണം 50 രൂപ, 60 രൂപ, എന്തിനാണ് ഇവർ അത്രയും തരണത്? വൈകുന്നേരം ഇറങ്ങണവരെയും തേക്കാനായിട്ട്. സോ അതൊന്നും നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പം നമ്മുടെ ആ ഒരു 1 ലക്ഷത്തിൻ്റെ ജേണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 38-ഓ 39-ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. നമുക്ക് ഇനിയും അടുപ്പിച്ച് ഓടേണ്ടതുണ്ട്. സോ എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് ഇറങ്ങാം. പിന്നെ സൊമാറ്റോ ഇടയ്ക്ക് തേക്കാൻ നോക്കിയാൽ ഞാനും തേക്കും, അത്ര തന്നെയാണ്. കാരണം കയ്യിൽ CNG വണ്ടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വിഷയമില്ല. പെട്രോൾ അടിക്കുന്ന ഓടുന്ന ആൾക്കാരെ കുറിച്ചാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിഷമം വരുന്നത്. കാരണം അവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടിപ്പ് കൈ കൊടുക്കാൻ ശ്രമിക്കുക. ആപ്പിൽ കൊടുക്കരുത്. കാരണം ഒന്നാമത് ടിപ്പൊക്കെ വരുമ്പോൾ താമസിക്കും. ചിലപ്പോൾ അവർ മുക്കാനും ചാൻസ് ഉണ്ട്. അത് കയ്യിൽ കൊടുക്കുക. അതിപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപ, 5 രൂപയാണെങ്കിൽ 5 രൂപ, 20 രൂപയാണെങ്കിൽ 20 രൂപ. ആ ടിപ്പ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.